Namaskaram. Last topic of this chapter is aromatic hydrocarbons. Aromatic hydrocarbons. Also they are called as arenes. എന്തുകൊണ്ടാണ് ഇവയെ അരീൻസ് എന്ന് പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. In Greek, aroma means pleasant smelling. Most of these compounds possess pleasant smell. അങ്ങനെ ഒരു ഫ്രാഗ്രൻസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പ്ലസന്റ് സ്മെൽ ഉള്ളത് കൊണ്ടാണ് സാധാരണ ഈ തരം ഹൈഡ്രോകാർബൺസിനെ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ അരീൻസ് എന്ന് കൂടി അറിയപ്പെടുന്നത്. കാരണം അരീൻസ് എന്ന പേര് വന്നത് അരോമ എന്ന വാക്കിൽ നിന്നാണ്. അരോമ എന്ന വാക്കിന്റെ അർത്ഥം സുഗന്ധം അല്ലെങ്കിൽ പ്ലസന്റ് സ്മെല്ലിംഗ് എന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ ഒരു പ്രത്യേകത, മോസ്റ്റ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ ബെൻസീൻ റിംഗ്. മിക്ക അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനും ബെൻസീൻ റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്നൊക്കെയാണ് വിളിക്കുക. അല്ലാത്തവയുണ്ട്, അവയെ നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്നും പറയും. ഇനി നമുക്ക് പറയാനുള്ളത് what are the methods of preparation of aromatic hydrocarbons? അല്ലെങ്കിൽ ബെൻസീന്റെ പ്രിപ്പറേഷൻ, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ ഒരെണ്ണം നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥൈൻ. ഈഥൈന്റെ സൈക്ലിക് പോളിമറൈസേഷൻ എന്ന റിയാക്ഷന്റെ റിസൾട്ട് നമുക്കറിയാം, അതൊരു ബെൻസീൻ റിംഗ് ആണ് അല്ലേ? ബെൻസീനാണ് മോളിക്യൂൾ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു സൈക്ലിക് പോളിമറൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 3 ഈഥൈൻ മോളിക്യൂൾസ് ആവശ്യമുണ്ട്. 3 ഈഥൈൻ മോളിക്യൂൾസിനെ റെഡ് ഹോട്ട് അയേണിലൂടെ കടത്തിവിടുന്നു. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുകയാണ്. ചുട്ടുപഴുത്ത അയണിലൂടെ കടത്തിവിടുന്നു. അറ്റ് അബൌട്ട് 873 കെൽവിൻ, 873 കെൽവിൻ ടെമ്പറേച്ചറിൽ റെഡ് ഹോട്ട് ആയിരിക്കുന്ന അയേണിലൂടെ 3 മോളിക്യൂൾസ് ഓഫ് ഈഥൈൻ അസറ്റൈൻ മോളിക്യൂൾസ് ആർ പാസ്ഡ്. അപ്പൊ സംഭവിക്കുക, ഇവയ്ക്ക് ഡീഹൈഡ്രോജനേഷനും സൈക്ലൈസേഷനും നടന്നിട്ട് നമുക്ക് ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡായിട്ട് നമുക്ക് പറയാം ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സ്. ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സ് നമുക്ക് നോക്കാം. ഇതൊരു അരോമാറ്റിക് ആസിഡാണ്. ആസിഡാണ്, COOH ഉണ്ട് അല്ലേ? ഇതിന്റെ സോഡിയം സോൾട്ട് എടുക്കുന്നു നമ്മൾ. സോഡിയം സോൾട്ട് ഓഫ് അരോമാറ്റിക് ആസിഡ്. ബെൻസീൻ റിംഗിന്റെ കൂടെ COONA വന്നതാണ് ബെൻസീൻ സോൾട്ട് ഓഫ് അരോമാറ്റിക് ആസിഡ്. ഈ അരോമാറ്റിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ ആണ് നടക്കുന്നത്. ഡീകാർബോക്സിലേഷൻ ഡി എന്ന് പറഞ്ഞാൽ റിമൂവൽ ആണ് നമുക്കറിയാം. ഡീകാർബോക്സിലേഷൻ, ഈ ഒരു പാർട്ടിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡീകാർബോക്സിലേഷൻ. അത് നടത്താൻ നമുക്ക് വേണ്ടത് സോഡാ ലൈമാണ്. സോഡാ ലൈം എന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും കാൽഷ്യം ഓക്സൈഡിന്റെയും ഒരു മിക്സ്ചറാണ്. അപ്പൊ കാൽഷ്യം ഓക്സൈഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും ഈ മിക്സ്ചറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡാ ലൈം. സോഡാ ലൈം. ഈ സോഡാ ലൈമിന്റെ പ്രസൻസിൽ നമ്മൾ അരോമാറ്റിക് ആസിഡുകളെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന റിയാക്ഷൻ നമുക്കറിയാം, ഡീകാർബോക്സിലേഷൻ ആണ്. ആ ഡീകാർബോക്സിലേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള COONA ഉണ്ടല്ലോ, അതും ഇതും കൂടെ പ്രവർത്തിച്ചിട്ട് Na2CO3 ഉണ്ടാകും. Na2CO3 ഉണ്ടാകും. ആ മോളിക്യൂൾ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. Na2CO3 മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഹൈഡ്രജൻ ബെൻസീൻ റിംഗിനോട് ബൈൻഡ് ചെയ്യും. നമുക്ക് ബെൻസീൻ റിംഗ് ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒപ്പം ആരും ഉണ്ടാകും? Na2CO3 ഉണ്ടാകും. അപ്പൊ നോക്കൂ, ഇവിടെയുള്ള COO എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അതിനല്ലേ നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്.
COO ഇവിടുന്ന് പോയി, ഇതുമായിട്ട് റിയാക്ട് ചെയ്തു, എന്നിട്ട് Na2CO3 ഉണ്ടായി. ഒപ്പം നമുക്ക് വേണ്ട അറോമാറ്റിക് കോമ്പൗണ്ടും ഉണ്ടായി. ഇവിടുത്തെ അറോമാറ്റിക് കോമ്പൗണ്ട് ആരാണ്? ബെൻസീൻ ആണ് അല്ലേ? അങ്ങനെയുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മളിപ്പം കണ്ട ഡീകാർബോക്സിലേഷൻ ഓഫ് അറോമാറ്റിക് ആസിഡ്. ഇനി മൂന്നാമത്തെ മറ്റൊരു മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് ഫിനോൾ. ഫിനോളിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഫിനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ്. ബെൻസീൻ റിങ്ങിനോടൊപ്പം ഒരു OH ഗ്രൂപ്പ് വന്നാൽ അതിനെ നമ്മൾ ഫിനോൾ എന്നാണ് വിളിക്കുക. ഈ ഫിനോളിനെ റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? ഈ ഫിനോളിനെ ഹീറ്റഡ് ആയിരിക്കുന്ന സിങ്ക് ഡസ്റ്റിലൂടെ പാസ് ചെയ്യുന്നു. ഹീറ്റഡ് സിങ്ക് ഡസ്റ്റിലൂടെ ഫിനോളിനെ പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുമ്പം ഇവിടെ റിഡക്ഷൻ നടക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. റിഡക്ഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ഓക്സിജൻ പോയി കഴിഞ്ഞാല് നോക്കൂ, ഇതാരായിട്ടാ മാറുക? ഓക്സിജൻ പോയി കഴിഞ്ഞാൽ ഇത് ബെൻസീനായിട്ട് മാറി. ഒപ്പം ആരും ഉണ്ടാവും? ആ ഇവിടുന്ന് റിമൂവ് ചെയ്യപ്പെട്ട ഓക്സിജൻ സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡും ഉണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ 3 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ബെൻസീന്റെ പ്രിപ്പറേഷനിൽ കണ്ടത്. ഒന്ന് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥൈൻ. അതിൽ ഓർക്കണം 3 അസറ്റൈൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 3 ഈഥൈൽ മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബെൻസീൻ കിട്ടുള്ളൂ. രണ്ടാമത്തത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് ഓഫ് അരോമാറ്റിക് ആസിഡ്. നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയം സോൾട്ട് ഓഫ് അരോമാറ്റിക് ആസിഡ് ആണെന്ന് ഓർമ്മിക്കുക. അവിടെ സോഡ ലൈമിനോടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡീകാർബോക്സിലേഷൻ ആണ് റിയാക്ഷൻ നടക്കുക. അത് Na2CO3 റിമൂവ് ചെയ്യപ്പെടും, നമുക്ക് ബെൻസീൻ റിസൾട്ട് ആയിട്ട് കിട്ടും. ദെൻ മൂന്നാമത്തത് റിഡക്ഷൻ ആണ്, റിഡക്ഷൻ ഓഫ് ഫിനോൾ. ഫിനോളിലുള്ള ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. കാറ്റലിസ്റ്റ് ആയിട്ട് ആരാ ഉപയോഗിച്ചത്? സിങ്ക് ഡസ്റ്റ് ആണ്. ടെമ്പറേച്ചർ കൊടുക്കണം അല്ലേ? അപ്പൊ ഹീറ്റഡ് സിങ്ക് ഡസ്റ്റ് ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. റിഡക്ഷൻ നടക്കുന്നു, ബെൻസീൻ ഫോം ചെയ്യുന്നു. These are all about different methods of preparation of aromatic compounds. That means benzene, chemical properties of benzene. വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ എലിമിനേഷൻ റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്, അഡീഷൻ റിയാക്ഷൻസ് കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നേരത്തെ ഉള്ള ഒരാളെ മാറ്റി പകരം പുതിയ ആള് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. ഇവിടെയും അതേപോലെ തന്നെ ബെൻസീനിൽ ഓൾറെഡി ഉള്ള ഹൈഡ്രജനുകളെ മാറ്റി പകരം മറ്റ് പുതിയ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന പ്രോസസ്സാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പക്ഷേ ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണ് നടത്തുന്നത്? ഇലക്ട്രോഫൈലുകളാണ്. എന്താണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അല്ലേ? ഫൈൽ ദാറ്റ് മീൻസ് ലവിങ്. ഇലക്ട്രോണുകളെ ലവ് ചെയ്യുന്ന ആളുകളാണ് ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോണിനോട് ലവിങ് ഉണ്ടാകുക ആർക്കായിരിക്കും? ലവ് ഉണ്ടാവുന്ന ആർക്കായിരിക്കും? ഒന്നുകിൽ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസിനായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഗ്രൂപ്പുകൾക്കായിരിക്കും. ഒന്നുകിൽ ഇലക്ട്രോൺ കുറഞ്ഞ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് വഹിക്കുന്ന ഗ്രൂപ്പുകൾ. ഇവരെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്ന് വിളിക്കുന്നത്. കാരണം അവർക്കാണ് ഇലക്ട്രോൺസിനോട് ഇഷ്ടം ഉണ്ടാകുക, ഇലക്ട്രോണുമായിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇലക്ട്രോഫൈലുകളെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നൈട്രേഷൻ. എങ്ങനെയാണ് നൈട്രേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ നൈട്രേറ്റ് ചെയ്യാൻ ആവശ്യമായ റിയേജന്റ് വേണം, അതായത് നൈട്രേറ്റിംഗ് മിക്സ്ചർ വേണം. എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ? ദാറ്റ് മീൻസ് the 1:1 concentration of concentrated sulfuric acid and concentrated nitric acid. 1:1 എന്ന പ്രപ്പോർഷൻ എടുത്തിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുക. ഈ നൈട്രേറ്റിംഗ് മിക്സ്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ബെൻസീനെ നൈട്രേറ്റ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്.
ഇത് ബെൻസീൻ ആണല്ലോ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു മിക്സ്ചറിൽ ധാരാളം NO2+ എന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാകും. നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നൈട്രേറ്റ് മിക്സ്ചർ എടുത്താൽ ഉടനെ അതിൽ എന്ത് ഫോം ചെയ്യും? നൈട്രോണിയം അയോണുകൾ ഉണ്ടാകും. അത് ഇലക്ട്രോഫൈലാണ്. കാരണം എന്താ? ദിസ് കാരീസ് പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജുള്ള NO2+ ബെൻസീനിലുള്ള H+ അയോണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആരെ കിട്ടും? നൈട്രോ ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ നൈട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് മറ്റൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. രണ്ട് തരത്തിലുണ്ട് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ബെൻസീൻ മോളിക്യൂൾ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന റിയേജന്റ് വേണം. നമ്മളിവിടെ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, CH3Cl. അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, CH3 ആണ് ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്. ഇനി ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ കിട്ടണം? ഒരു ഇലക്ട്രോഫൈലായിട്ട് രൂപപ്പെടണം, അതായത് CH3+ ആയി മാറണം. അതിന് സഹായിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് പോലുള്ള അല്ലെങ്കിൽ അൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് പോലുള്ള ഏതെങ്കിലും ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ആയിരിക്കണം ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ആ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഈ മോളിക്യൂളിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ആവുകയും Cl-നെ Cl- ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ ആര് ഫോം ചെയ്യും? Cl- അങ്ങ് പോയി കഴിഞ്ഞാല് Cl- പിന്നെ അവിടെ CH3+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാകും. ആ CH3+ നമ്മുടെ ബെൻസീനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തും. അതായത് ഇവിടെ H+ അയോണിനെ മാറ്റി CH3+ വരും. അപ്പൊ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താ കിട്ടുക? മീഥൈൽ ബെൻസീൻ ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. മീഥൈൽ ബെൻസീൻ, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണല്ലോ ടൊളുവീൻ. മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവീൻ. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ആൽക്കൈലേഷൻ ആണ് നടന്നത്. ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത്. അതിനുവേണ്ടി നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് റിയേജന്റ് ആയിട്ട് സ്വീകരിച്ചു. ആൽക്കൈൽ ഹാലൈഡ് എന്ന ആൽക്കൈൽ CH3+നെ അല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ തരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഏതെങ്കിലും ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് എടുത്തിരിക്കുന്നത്. That's all about the Friedel-Crafts alkylation. Then next is Friedel-Crafts acylation. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആൽക്കൈലേഷന് പകരം അസൈലേഷൻ. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുത്തതെങ്കിൽ ഇവിടെ ആസിഡ് ഹാലൈഡുകളാണ് എടുക്കുക, അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രേറ്റുകളാണ് എടുക്കുക. നോക്കാം നമുക്ക് റിയാക്ഷൻ. ഇത് ബെൻസീൻ മോളിക്യൂള്, ആസിഡ് ഹാലൈഡ് CH3COCl. ഇവിടെ നമുക്ക് കാറ്റലിസ്റ്റ് വേണം, ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റുകളായിരിക്കണം. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എടുക്കുന്നു, റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ആകുന്നു. ഇവിടെ CH3CO+ എന്ന് പറയുന്ന കാറ്റയോൺ ഫോം ചെയ്യുന്നു, ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊരു കീറ്റോൺ ആണ് അല്ലേ, കീറ്റോൺ ആണ്. ഒപ്പം HCl ഉണ്ടാകും. നിശ്ചയമായിട്ടും ബൈ പ്രോഡക്റ്റുകൾ ഉണ്ട്. അത് അത്ര പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ഓക്കെ, ഇത് ഫ്രീഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ ആണ് യൂസിങ് ആസിഡ് ഹാലൈഡ്. നമുക്ക് ആസിഡ് അൺഹൈഡ്രേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫ്രീഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ നോക്കാം. ഇനിയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബെൻസീൻ എഴുതി, ഇവിടെ ആസിഡ് ഹാലൈഡുകൾക്ക് പകരം ആസിഡ് അൺഹൈഡ്രേറ്റ് എടുക്കുന്നു, CH3CO2O. ഓക്കെ, കാറ്റലിസ്റ്റ് വേണം, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് കൊടുത്തു. ഒരേപോലുള്ള റിയാക്ഷൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇവിടെയും CO
COCH3 എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒപ്പം CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡും ലഭിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രീഡം ക്രാഫ്റ്റ് അസൈലേഷൻ. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. നമ്മൾ ഇന്ന് കണ്ടത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രോപ്പർട്ടി കണ്ടു, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ തന്നെ 2 എക്സാമ്പിൾസ് പരിചയപ്പെട്ടു, നൈട്രേഷനും ഫ്രീഡം ക്രാഫ്റ്റ് റിയാക്ഷനും. So that's all about this chapter. Thank you.